10-ന്റെ സംഭാരം ഒരു 10 പാക്കറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പയ്യന്മാർക്ക് സംഭാരം കൊടുക്കാം. കൂൾ ഡ്രിങ്ക്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കമൻസ് ബ്രോ കൊടുക്കല്ലേ ബ്രോ, അത് കൊള്ളൂല. 100 അല്ലേ? ഓക്കെ, ഇളനാട് സംഭാരം പർച്ചേസ്ഡ്. ബ്രോ സംഭാരം പിടിച്ചോ, വെയിൽ സമയമല്ലേ. ഹായ് ബ്രോ, സംഭാരം. ഓക്കെ ഓക്കെ. ഇതുകൊണ്ട് ഒരു സ്വിഗ്ഗിയിൽ ആൾ നിൽക്കുന്നത്, ആ പുള്ളിക്ക് സംഭാരം കൊടുത്താൽ എന്ത് പറയണം. ഹായ് ബ്രോ, സംഭാരം. വെയിൽ സമയമല്ലേ, ഓടാ. ശരി എന്നാൽ അപ്പോൾ അത്ര സമയം ഓർഡർ ഡിലേ ആയി കഴിഞ്ഞ് കസ്റ്റമർ വിളിക്കും. ആണാ, എപ്പോഴാണ് ഓർഡർ? എത്ര മണിക്ക് ഓർഡർ ചെയ്ത്? അയ്യോ, എന്നാ ബ്രോ മോര് വെള്ളം കൂടി. ഒരു മിനിറ്റ്, നിങ്ങളല്ലേ ഓർഡർ ചെയ്തപ്പോൾ? അത് പെരി പെരി കോട്ടർ നിങ്ങളല്ലേ ഓർഡർ ചെയ്ത്? അയ്യോ, ഇത് അൽഫാം മാത്രം ഓർഡർ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 22 ഞായറാഴ്ചയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 12 മണിയായി. നല്ല നട്ടു ഉച്ച വെയിൽ, സൂപ്പറായിരുന്നു. ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്നാച്ചി മുടിയില്ല. നല്ലപോലെ കാപ്പി കുടിച്ചിട്ടുണ്ട്. നല്ല 2 മുട്ടയും ഒരു 3 ദോശ, ഒരു അവിച്ച് ഏത്തപ്പഴം എല്ലാം കഴിച്ച് നല്ല അങ്ങനെ ഫ്രഷ് നിൽക്കുക എനർജിയോടെ. ഇവിടുന്ന് 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ മൊത്തം എനർജിയും പോകും. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഈ വെയിലും മഴയും നോക്കിയിട്ട് കാര്യമില്ല, ഇറങ്ങി വർക്ക് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബോഡി എനർജി. അതുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്ലൈമറ്റ് ആയാലും സൂപ്പറാ വർക്ക് ചെയ്യുക. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, ഡീഹൈഡ്രേഷൻ ആവാതെ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, പിന്നെ വെയിലോട് കുറച്ച് കറക്കും, അത് വേറെ വിഷയം, കുഴപ്പമില്ല. ഇരിക്കട്ടെ. ഹലോ വിഷയട്ടെ, നാളെ ലാസ്റ്റ് പരീക്ഷ, നാളെ കഴിഞ്ഞ് 2 മാസം ലീവ്. വീട്ടിൽ അടിച്ച് പൊളിക്കാമല്ലോ. ഇപ്പൊ ഞാനും വൈഷു കുറച്ച് പ്ലാൻ വെച്ചിട്ടുണ്ട്. അതായത് ഈ അവധിക്കാലം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിപ്പുകൾ ബൈക്കിലായിട്ട് പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ ഞാനും വൈഷൂട്ടി കിച്ചോണിനെ വിളിക്കാം. ഓക്കെ, നമ്മൾ 3 മാത്രമേ ഉള്ളൂ. അപ്പൊ എവിടെയൊക്കെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പോലെ മ്യൂസിയം, സൂ, ശംഖുമുഖം, പിന്നെ കോവളം ബീച്ച്, ഇതുപോലത്തെ കുറച്ച് ലൊക്കേഷൻ ഉണ്ടല്ലോ ട്രിവാൻഡ്രത്ത്. അവിടേക്ക് ഒന്ന് ഈ പിള്ളേരെ കൊണ്ടൊന്നും കറങ്ങിയിട്ടില്ല. അവർക്ക് പുതുമയായിരിക്കും. നമ്മൾ കുറെ പോയിട്ടുണ്ട് ഇതൊക്കെ, ഇവർക്കൊക്കെ എവിടെയെങ്കിലും പോകണ്ടേ. അതുകൊണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ലോങ് ട്രിപ്പ് ഒന്നും ഇല്ല, ചെറിയ ട്രിപ്പ് പിള്ളേർക്ക് വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ വ്ളോഗ് ചെയ്യാം. ഓക്കെ ഓക്കെ. അത്ര ഒരു കാര്യം പറയാനാണ്, ഇവിടെ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുമ്പോൾ സൗണ്ട് വരണം. അടുക്കളയായിരുന്നു പാത്രത്തിന്റെ സൗണ്ട്, തപ്പിട്ട് മറ്റേ അരിയണ സൗണ്ടുകളൊക്കെ അത് കേൾക്കുമ്പോൾ ഒരുമാതിരി നമുക്ക് ചെയ്യാൻ പറ്റും. വ്ളോഗ് പറഞ്ഞ് മനസ്സിലാക്കുക. ആശയം വേറെ. ശരി, സമയം പോ. ഓർഡർ അടിച്ച് ഫസ്റ്റ് ഓർഡർ ഇറാനി റെസ്റ്റോറന്റ് പൂജപ്പുരയിൽ. മണി ഇപ്പോൾ കറക്റ്റ് 12 മണിയായി. അപ്പൊ ജീവിതത്തിൽ നഷ്ടം വന്നാലും കുറച്ച് സെന്റ് അടിക്കോ, നെക്സ്റ്റ് എപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ചു പൊളിക്കും. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. പോകുമ്പോൾ ടൈം ആയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും പെട്ടെന്നാവട്ടെ. ഇതിവിടെ ഉണക്കാൻ വെച്ചിക്കണ. ആ ഫോൺ അടിച്ച് ഓർഡർ റെഡിയായി തോന്നുന്നു. ഇറങ്ങി. ഓക്കെ, പോന്നാ. ഈ ഹെൽമെറ്റ് ഇവിടെ വയ്ക്കട്ടെ. ഇവിടെ വെച്ചാൽ വീഴും. ഇവിടെ വയ്ക്കട്ടെ. അവിടെ വെച്ചാലും വീഴും. ടാറ്റ, പോയിട്ട് അവിടുത്തെ പറഞ്ഞുതരാം. കുട്ടി വൈശുവിനടുത്ത്, വൈശു 2.0 അടുത്ത്. ആ പൂജപ്പുരയില്ല. ആ പൂജപ്പുരയിൽ നിന്ന് അങ്ങ് ദൂരെ പൊയ്ക്കൊണ്ടിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ അവിടെ പോകണം എന്നുള്ളത്. ഓക്കെ, ടാറ്റ, പോയിട്ട് അമ്മ. ഫോണ്, പേഴ്സ്, ഹെഡ്ഫോൺ, കുടിക്കാനുള്ള വെള്ളം, അത്ര റെയിൻ കോട്ടിൻ്റെ ആവശ്യമില്ല. നല്ല വെയിലല്ലേ. പോയിട്ട് അമ്മ, ബൈ, സീ യു. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറാനി റെസ്റ്റോറൻറ്റ് പൂജപ്പുര. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്, ചെറിയ ഓർഡറാണ്. കസ്റ്റമർ വിളിച്ചിട്ടുണ്ട്. കസ്റ്റമർ വിളിച്ച് വേറെ ഒന്നുമില്ല, അഡ്രസ് ലൊക്കേഷൻ ചെറിയ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു, അത് പറയാൻ വിളിച്ചതാണ്. വേറെ വിഷയമൊന്നുമില്ല. നല്ല തണുപ്പ് കേട്ടോ, എന്ത് സുഖം. ഇതുപോലത്തെ തണുപ്പിലൊക്കെ നമ്മൾ നല്ലപോലെ സ്വെറ്ററൊക്കെ ഇട്ട് നല്ല മൂടി പൊതിഞ്ഞാണ് പോകേണ്ടത്. അത്രയ്ക്ക് വിറക്കുകയാണ്. തുടങ്ങിയതേ ഉള്ളൂ, 2 മണി ആവട്ടെ, നിൽക്കാൻ പറ്റൂല. 5456. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫാസ്റ്റ് ഓർഡർ. പിക്ഡ്. ആ വണ്ടി ലുക്ക് അല്ലേ സള്ള, വേറെ രക്ഷയില്ല. ഇങ്ങനെ കണ്ണുവിട്ട് ബൈക്ക് അറ്റമായിട്ടാ. ഇപ്പം അങ്ങനെ ആയാ പുകഴ്ത്തി പറഞ്ഞാലും ആൾക്കാർ കുറ്റം പറയും. അതാണ് നമ്മളെ ലോകം. ഓക്കെ, അപ്പം മാപ്പ് നോക്കി ചോദിച്ചു എവിടെ പോകണം. സംഭവം വീട്ടിൽ ഇരിക്കുമ്പോൾ ഒന്നും അറിയില്ല, പുറത്തിറങ്ങുമ്പോഴാണ് കിടന്ന് അവിയണത്. എന്തായാലും ഞായറാഴ്ച കൊണ്ട് റോഡ് കുറച്ച് കാലി കിടക്കും, ഫ്രീയാണ് വണ്ടി ഓടിക്കാം. ഇതേ വർക്കിംഗ് ഡേ ആണെന്നുണ്ടെങ്കിൽ വെയിലും കൊള്ളണം, ബ്ലോക്കിനിടെ കൂടെ കഷ്ടപ്പെട്ട് പോകുന്നൊന്ന് പോയാൽ വേണം, എല്ലാം കൂടി പെട്ടെന്ന് തളർന്നു പോകും. സംഭവം ഈ വെയിൽ അധികം ഉണ്ടെങ്കിൽ കാറ്റ് കിട്ടിയാൽ മതി, വേറെ വിഷയമില്ല, നമുക്ക് ജോലി ചെയ്യാം. സംഭവം നമ്മളെ ബോഡിയിൽ വെയിൽ കൊള്ളാൻ നേരത്തെ വേർപ്പ് ഉണ്ടാവും. ആ വേർപ്പ് വേപ്പറായാൽ മാത്രമേ ബോഡി തണുക്കുള്ളൂ. അപ്പോൾ ആ വേർപ്പ് വേപ്പറാവണമെന്നുണ്ടെങ്കിൽ നല്ല കാറ്റ് വേണം. കാറ്റില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ വേർപ്പ് അങ്ങനെ കടന്ന് സ്റ്റിക്കി ആയിട്ടൊരു മാതിരി ബോഡിയിലിരുന്ന് ആ ചൂട് പിന്നെയും കൂടുതലായിട്ട് ഫീൽ ആവും. അതുമില്ലാതെ കേരളത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ് ഈ വെയിൽ സമയത്തൊക്കെ. മെയിനായിട്ട് കടൽ പ്രദേശത്തായതുകൊണ്ട്. ഒരു മിനിറ്റ് പെട്രോൾ അടിച്ചിട്ട് ബാക്കി പറയാം. 150. ഓക്കെ, 150 പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആൾറെഡി ഈ എയറിൽ കുറേ വാട്ടർ മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് നമ്മളെ വേർപ്പൊന്ന് വേപ്പർ ആവാൻ ചാൻസ് കുറവാണ്. ഇതുപോലെ ബൈക്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ വിഷയമില്ല, കുറേ കാറ്റ് കിട്ടും, അതുകൊണ്ട് പെട്ടെന്ന് ബോഡി തണുക്കും. അല്ലാതെ ഈ വെയിലത്ത് കിടന്ന് റോഡ് പണി ചെയ്യുന്ന ആൾക്കാരും ഈ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് ഭയങ്കര വിഷയം. പെട്ടെന്ന് വേർപ്പ് എവാപ്പറേറ്റ് ആവില്ല, നല്ല ഹീറ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം വെള്ളം ശരിക്കും കുടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ ഇതിന് പറയാനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വഴുതക്കാടാണ്. ഇവിടുന്ന് കറക്റ്റ് 3 ഇവിടെ നിന്നല്ല, പൂജപ്പുര 3.4 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വഴുതക്കാട് എത്തിയിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല, ചൂട് മാത്രമേ ഉള്ളൂ വിഷയം. സെൻറ്റ് ജോസഫ് ബിൽഡിങ്ങിൻ്റെ ബാക്കിലെ ചർച്ച് എന്നാണ് പറഞ്ഞത്. സെൻറ്റ് ജോസഫ് ബിൽഡിംഗ് ഏതാണ് ഇവിടെ?
ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കിൽ ചർച്ച് അവിടെ, ആ ചർച്ച് തന്നെ. ചർച്ച് ലുക്ക് തന്നെ അല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനകത്ത് കയറുന്നത്. അപ്പോൾ എനിക്കൊരു പുതിയൊരു ഫീൽ ആയിരുന്നു കാണുമ്പോൾ. സൂപ്പർ കേട്ടാ. ജീസസ് യേശു ക്രിസ്തു നമ്മളെ കാത്തോണേ, ഈ വേലത്തുനിന്ന് നമ്മൾ രക്ഷപ്പെടുത്തണേ. സൊമാറ്റോയാണേ. ഞാൻ അവിടെ ലൊക്കേഷൻ എത്തിയായിരുന്നു. ഓക്കെ കുഴപ്പമില്ല. ശരി എന്നാൽ. താങ്ക് യു. ശരി. ഓക്കെ, ടിപ്പ് തന്നിട്ടുണ്ട് ഫസ്റ്റ് കസ്റ്റമർ തന്നെ ഐശ്വര്യമായിട്ട്. താങ്ക് യു. ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 37 60 പ്ലസ് 30 ടിപ്പ് 60. അടുത്ത ഓർഡർ അടിച്ചാൽ പ്ലാവ് റെസ്റ്റോറൻറ്റ്. ഇതിൽ 30 ടിപ്പുണ്ട്. കൊള്ളാലോ. എന്തോന്ന് ബാക്കിൽ ഇത് കുത്തുന്നു, ബാഗിൻ്റെ വള്ളിയാണ്. ഇതൊക്കെ ഇതിന് അവിടെ കയറി കിടക്കണം. പ്ലാവ് മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റ്. നല്ല ആംബിയൻസ് അല്ലേ ഇവിടെ, കണ്ട അടിപൊളിയായി. വണ്ടി അവിടെ കൊണ്ടുവയ്ക്കാം. നേരെ റീച്ച് ലൊക്കേഷൻ റെഡിയായി. വാ. ഓർഡർ പിക്ക്ഡ്. എങ്ങനെയുണ്ട് ഓർഡറൊക്കെ? കുഴപ്പമില്ല, അടിക്കുന്നല്ലേ? കാണാറുണ്ടാ? അയ്യോട്ട് താങ്ക് യു. എവിടെ താമസിക്കുന്നത്? ഇടുക്കി. ഇവിടെ അങ്ങനെ ജോലി? അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണം അങ്ങനെ? എല്ലാവരും PG പോലെ അല്ലേ? ശരി, സൂപ്പർ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് കേട്ടാ. നല്ല പോലെ ജോലി കെട്ടി കയറണം. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തളിയിലാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 4.2 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ തളിയൽ, മണക്കാട്, കാലടി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പാപ്പനംകോട്, ആ ഏരിയ കംപ്ലീറ്റ് നേമോ സോൺ ഫുള്ള് എൻ്റെ ഫേവറേറ്റ് ഏരിയയാണ്. അപ്പോൾ ഇന്നത്തെ സോൺ മിക്കവാറും ട്രിവാൻഡ്രം സിറ്റിക്കകത്തായിരിക്കും മാക്സിമം. അധികം ലോങ് അടിക്കാൻ ചാൻസ് ഇല്ല. ഇവിടെയൊക്കെ തന്നെ പോകും മിക്കവാറും. ഇതെന്തോന്ന് പരസ്യമുണ്ട്, ആരും ഈമ്പി പോകും. ആഹാ, ഈ ടൈറ്റിലൊക്കെ മനഃപൂർവ്വം വയ്ക്കുകയാണ്. മനസ്സിലായി? ഇങ്ങനെ വെച്ച ആൾക്കാർ പെട്ടെന്ന് അട്രാക്ഷൻ ആവുള്ളൂ. ക്ലിക്ക് ബൈറ്റ് ആണ്. അപ്പോൾ ഇത് കണ്ട് ഒരുപാട് ആൾക്കാർ ചിരിക്കും, ട്രോൾ ചെയ്യും, അത് വേറെ വിഷയം. പക്ഷേ ഇതൊരു മാർക്കറ്റിംഗ് ആണ്. എന്തോന്നാണ് ഇത്? എന്തോന്ന് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഇതിന് പറ്റിയ പേര് പോക്കർ തരുന്ന. അപ്പോൾ അടുത്ത പ്രാവശ്യം ഐസ്ക്രീം വാങ്ങാൻ പോകുമ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ പേര് ഓർമ്മ വരില്ല, ഈ ടൈറ്റിൽ ഓർമ്മ വരും. അപ്പോൾ കടയിൽ ഇപ്പോൾ എന്ത് പറയും? ചേട്ടാ, ഈ ആരും ഈമ്പി പോകും എന്നല്ല ഐസ്ക്രീം ഉണ്ടോ? അങ്ങനെ ചോദിക്കോളേ. നല്ല പേടാണ് വെച്ചിരിക്കണത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈമ്പി എന്നുള്ളത് ചീത്ത വാക്കൊന്നുമില്ല. അത് നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ കേട്ട് അതിൻ്റെ ഓർമ്മ പറഞ്ഞ പ്രശ്നമാണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. പക്ഷെ വേറെ എന്തെങ്കിലും വയ്ക്കായിരുന്നു അല്ലേ? ആരും ലയിച്ചു പോകും, അല്ലെങ്കിൽ ആരും നക്കി പോകുന്ന വയ്ക്കായിരുന്നു. അത് പിന്നെയും കൊള്ളതിനേക്കാളും. ശ്രീ മുത്തുമാരിയമ്മൻ ദേവസ്ഥാനം അമ്മൻകുട മഹോത്സവം. സൊമാറ്റോ ആണേ. ഓക്കെ ശരി ഇടല്ലേ. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ ഡെലിവേർഡ്. നല്ല വെയിലല്ലേ? ബൈസണാണ് ഏറ്റവും കൂടുതൽ പണി. കാരണം ബൈസൺ കറുപ്പായതുകൊണ്ട് വെയിൽ കൂടുതൽ പിടിക്കും. പോക്കറ്റ് വയ്ക്കണോ ഇവിടെ വയ്ക്കണോ? ഇവിടെ വെച്ചാൽ വെയിലടിക്കും. പോക്കറ്റ് വയ്ക്കാം. ഓർഡറും പറയാൻ പറ്റുമോ സുധീഷേ? അടുത്ത ഓർഡർ വെച്ചു. വലിയ ഓർഡർ. ശരി തന്നെ. ഇത് എവിടെ? ഇത് വെള്ളയാണ് ജംഗ്ഷനിൽ മറ്റേ റെസ്റ്റോറൻറ്റാ. പുതിയ റെസ്റ്റോറൻ്റാണ്. കുഴിമന്തിയൊക്കെ അവിടെ. പക്ഷേ അവിടെ പോണത് വിഷയമില്ല. ഡിലേ ആവും. ഇന്നലെ പോയി 1 മണിക്കൂർ ഡിലേ ആയി. 10ൻ്റെ സംഭാരം ഉണ്ടാ? 10ൻ്റെ സംഭാരം. അപ്പോൾ ഇന്ന് നമ്മൾ പയ്യന്മാർക്ക് സംഭാരം കൊടുക്കാം. കൂൾ ഡ്രിങ്ക്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കമൻസ്, ബ്രോ കൊടുക്കല് ബ്രോ, അത് കൊള്ളൂല, അതൊരുപാട് വെള്ളം ദാഹം ഉണ്ടാവും, പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ശരി, കുഴപ്പമില്ല. എന്തായാലും എനിക്ക് സംഭാരം നേരത്തെ ഐഡിയ ഉണ്ടായിരുന്നു. കെട്ടാൻ വഴിയില്ല, ആണ് പിന്നെ വാങ്ങാത്തത്. ഇപ്പം ഇന്ന് കെട്ടി, കുഴപ്പമില്ല. ഇത് അത് കമ്പനിയാണ്? മിൽമയാണോ? കൊള്ളാമല്ലേ? ശരി, ഇളനാടല്ലേ? ഓക്കെ, 100 അല്ലേ? അതിലുണ്ടേ. ഓക്കെ, ഇളനാട് സംഭാരം പർച്ചേസ്ഡ്. ഓക്കെ, പോന്നാ സുധീഷ. എത്രയാണ്? വേറെ വിഷയമൊന്നുമില്ലല്ലോ. മെല്ലോറോ കുഴിമന്തി റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ വെള്ളാണിയൊക്കെ സൂപ്പർ ഡെവലപ്മെൻ്റ് ആയിട്ടാ. പോത്തീസ് വന്ന് കുറേ റെസ്റ്റോറൻറ്റ് ഇഷ്ടംപോലെ കുഴിമന്തിയും. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് താമസം മാറണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, നല്ല വീട്ടിട്ട് മാറിയേക്കാം. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡിയായി. നമ്മുടെ അകത്താ 7009. ഓക്കെ, ഓർഡർ പിക്ഡ്. പെരി അൽഫാം. ഇവിടെ വെള്ളാണി കോവിൽ പൊങ്കാലയാണ് കേട്ടോ. നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല വൈബിലിരിക്കുന്നു. പൊങ്കാല ഇന്നലെ കഴിഞ്ഞു തോന്നല്ലോ. അപ്പോൾ ഇതേത് കോവിൽ? ഇത് വേറെ ഏതെങ്കിലും കോവിലായിരിക്കും. ഓക്കെ, അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുറച്ച് ലോങ് ആണ്, കുറച്ചല്ല കൂടുതൽ ലോങ് ആണ്. ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ ലൊക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞത് അരുമാലൂർ എന്ന ലൊക്കേഷനാണ്. നറുവാമൂട് കഴിഞ്ഞ് ഊരുട്ടമ്പൽ ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനാണ് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി കുറേ വർഷങ്ങളായി. അതായത് സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്ന തുടക്ക സമയത്തൊക്കെ ഓർഡർ അടിച്ച ലൊക്കേഷൻ അങ്ങോട്ടൊക്കെ. ഇപ്പോൾ ഓർഡർ അടിക്കില്ല അവിടെ ഒന്നും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ലോങ് തരണമല്ലേ വല്ലപ്പോഴൊക്കെ? അപ്പോഴേ നമുക്കൊരു രസമുള്ളൂ വണ്ടി ഓടിക്കാനായിട്ട്. ഇത് ഒരേ ലൊക്കേഷനിൽ പോയി ബോറടിക്കണം. അറിയാതെ ഈ പാട്ടാണ് കുറച്ചും കൂടെ കേട്ടത്. ഹെൽമെറ്റില്ലാതെ അടിച്ച് പറത്തി പോകണം ഹൈവേ കൂടെ. അനിയാ നോക്കി കണ്ട പോ. നമ്മളങ്ങനെ പ്രാവശ്യമ്പൽ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓ, എത്ര ജോലി എന്നറിയാമോ? ഇവിടെ ഒരു ജോലി ഉണ്ട് ഈ പോകുന്ന വഴിക്ക്. ഒരു മിനിറ്റ്, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം ഇവിടെ എന്തൊക്കെ വർക്കായെന്നുള്ളത്. ഓക്കെ, ലോറിയൊക്കെ ഒന്ന് ഇറങ്ങിയല്ലോ. ഓക്കെ, ലോഡൊക്കെ കറക്റ്റ് ഇറക്കി ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടെ എന്താ കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ നോക്കി പറഞ്ഞില്ലേ ശരിയാവില്ല. വാ നോക്കിയിട്ട് പോകാം. എത്ര ആയില്ലേ? ഇനി എന്തൊക്കെ വർക്ക് ബാക്കിയുണ്ട്?
ഓക്കെ, ഇപ്പോൾ ഇവിടെ കുറച്ച് നല്ല ലെവലാക്കിയിട്ട് ടാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ടാറല്ല പുതിയ ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അല്ലേ? ശരി, ഓക്കെ, നടക്കട്ടെ കാര്യങ്ങളൊക്കെ നല്ല പോലെ. അടുത്ത ഫണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എത്ര കോടി വേണമെങ്കിൽ എഴുതി തരാം. കഴിഞ്ഞ ആഴ്ച ഒരു 50 കോടി കൊടുത്തേ ഉള്ളൂ. ഇപ്പോൾ ഈ ആഴ്ച ചോദിച്ചിരിക്കണം അടുത്ത 40 കോടി ബാക്കി വേണോ. എന്തായാലും ഫണ്ട് വരട്ടെ. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. മറ്റേ ഓയിൽ ബിസിനസ്സിൽ കുറച്ച് ഇപ്പോൾ ഡൗൺ ആയി കിടക്കില്ല, അതുകൊണ്ട് ആ പൈസ ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. ഞാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം സിറ്റി എന്താവും അല്ലേ? ഇവിടെ കണ്ട ഇപ്പോൾ പുതിയ റോഡ് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ. ഞാൻ ഈ വഴി ഇടയ്ക്കിടയ്ക്ക് വന്നാലേ ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ കംപ്ലീറ്റ് മുടങ്ങിപ്പോകും. ഇതുകൊണ്ട് ഒരു സ്വിഗ്ഗിയിൽ ആൾ നിൽക്കുന്നത്. ആ പുള്ളിക്ക് സംഭാരം കൊടുത്താൽ എന്ത് പറയുന്നത്? പുള്ളി വേറെ ഫോണിലാണ്. ഇപ്പോൾ കൊടുത്താൽ പുള്ളി വാങ്ങിക്കോ, കൊടുത്തു നോക്കാം. ബാ, വിശ്വാസ സമയമില്ല, ഓർഡർ എടുക്കണം. കുഴപ്പമില്ല, ഒരു സംഭാരം കൊടുത്ത് എന്താ പോകണം. ഹായ് ബ്രോ, സംഭാരം വെയിൽ സമയമില്ലേ? ഓടാ, ശരി എന്നാൽ അപ്പോൾ അത്ര സമയം ഓർഡർ ഡിലേ ആയി കഴിഞ്ഞ് കസ്റ്റമർ വിളിക്കും. ജസ്റ്റ് ഒന്ന് പറയുക, പോവുക. കൂടുതൽ കഥ പറയാൻ പോകണ്ട, അതെനിക്ക് ഇഷ്ടമില്ല സത്യം പറഞ്ഞാൽ. നമ്മളങ്ങനെ വലിയർത്തല ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഉത്സവമാണ് കോവിലിൽ. വാവ് വൈബ് അടിപൊളി. ഒക്കെ കണ്ടങ്ങനെ പോകണം, അതൊരു സുഖമാണ്. ഇവിടെ കുറച്ച് വെയിൽ കുറവായിരിക്കും, കൊള്ളാം. നേരെ പോയ കാട്ടാക്കട, നെയ്യാർ ഡാം, നെടുമങ്ങാട്. നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാമെന്നുള്ള കാട്ടാക്കട എന്ന് പേര് പറയുമ്പോൾ ഓർമ്മ വേണ്ടത് മറ്റേ റീൽസാണ് അല്ലേ? അങ്ങനെയാണ് ഓർമ്മ വേണ്ടത്. അത്രയും ഫേമസ് ആയ പുള്ളിക്കാരെ. നമ്മളങ്ങനെ ഊരുട്ടമ്പലം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വണ്ടി ഒതുക്കി മാപ്പ് നോക്കട്ടെ. കസ്റ്റമർ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഓർഡർ ക്യാൻസൽ ആക്കി എത്ര ടൈം ആയിരുന്നു. എന്തോന്നാ വരണ്ടേ? അവിടെ നിന്ന് 10 കിലോമീറ്റർ ഒരു അരമണിക്കൂറെങ്കിലും ആവൂലേ? ഓക്കെ, ഇങ്ങനെ കസ്റ്റമർ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് വരുന്നത്. കസ്റ്റമർ കുറച്ച് ചൂടാ നിൽക്കുകയാണ്. അവിടെയാണോ? ഒരു മിനിറ്റ്. ആണാ? എപ്പോഴാണ് ഓർഡർ? എത്ര മണിക്ക് ഓർഡർ ചെയ്ത്? അയ്യോ, അവിടെ ഓർഡർ ഇല്ല ബ്രോ. ഞാൻ നാളെ ഓർഡർ എടുക്കാൻ പോയപ്പോൾ ഒരു അരമണിക്കൂർ ഡിലേ ആക്കി. അതിലെ പറഞ്ഞു, ഞാൻ അവിടെ ക്യാൻസൽ ആക്കി ഒരിക്കൽ. ഇവിടെ കട കിട്ടിക്കാണല്ലേ? കഴിഞ്ഞാ? ഓക്കെ ബ്രോ, താങ്ക് യു. എന്നാ ബ്രോ, മോര് വെള്ളം കൂടി. ഓക്കെ ബ്രോ, കാണാം, ശരി. ഒരു മിനിറ്റ്, നിങ്ങളല്ലേ ഓർഡർ ചെയ്തപ്പോൾ? അത് പെരി പെരി കോട്ടർ നിങ്ങളല്ലേ ഓർഡർ ചെയ്തത്? അയ്യോ, അതുകൊണ്ട് പെരി പെരി അൽഫാം. നിങ്ങളെ പേര് അത് അജ്മൽ ഷാ അല്ലേ? ഇത് അൽഫാം മാത്രമാണ് ബ്രോ ഓർഡർ ചെയ്തത്. അയ്യോ, എന്ത് ചെയ്യാൻ? അത് കാരണം ഇവിടെ നിന്നല്ലേ കാപ്പി പൊടിയാണല്ലേ? സമയം കളയണ്ട ഇനി. അത് ഇനി ഓർഡർ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. ചിലപ്പോൾ നമ്മൾ ടിക്ക് ചെയ്ത് മിസ്സായി കാണും, അതാണ്. ഓക്കെ ബ്രോ, ശരി എന്നാൽ. ഓർഡർ ചെയ്ത് 1.5 മണിക്കൂറായി. പാവം കേട്ടോ, ചുമ്മാ ഇല്ല. അതാണ് പുള്ളിക്കാർ ദേഷ്യപ്പെട്ടത്. ദേഷ്യപ്പെട്ടല്ലേ മെസ്സേജ് അയച്ചത് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നോക്കുന്നത്. ഞാൻ ഓർഡർ പിക്ക് ചെയ്ത ടൈം, ഇവിടെ വന്ന ടൈം നോക്കണേ ഒരു 20 മിനിറ്റ് മാക്സിമം അത്ര ആയി കാണുള്ളൂ. പുള്ളിക്കാരെ ഓർഡർ ചെയ്ത് 1.5 മണിക്കൂർ മുമ്പാണ്. ആ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഡിലേ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ അവിടെ പോയപ്പോഴേ എനിക്ക് 1/2 മണിക്കൂർ ഡിലേ ആക്കി. ഒരു ചെറിയ ഓർഡർ 20 രൂപയ്ക്കുള്ള ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ തന്നെ ആ പുള്ളിക്കാരൻ പാവം കേട്ടോ, റോഡിലാണ് കട ഇട്ടിരിക്കുന്നത്. ഈ ചൂട് വെയിലത്ത് കിടന്ന് കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത്ര സമയം ഡിലേ ആകുമ്പോഴേ വിശന്ന് അളന്ന് അറ്റമായി പോകും. അപ്പോൾ എന്തായാലും എൻ്റെ വകയായിട്ട് പുള്ളിക്കാരൻ ഒരു സംഭാരം കൊടുത്തിട്ടുണ്ട്. എന്തായാലും സന്തോഷമായി. എനിക്ക് വെള്ളം ദാഹിക്കുകയാണ്, അങ്ങോട്ട് പോയിട്ട് കുടിക്കാം ഒരു സംഭാരം എടുത്ത്. സൂപ്പർ കേട്ടോ, നല്ല എരിവുണ്ട്. നല്ല മുളകിൻ്റെ എരിവുണ്ട്, നല്ല പുളിപ്പുണ്ട്. സൂപ്പർ സംഭാരം കേട്ടോ. ഒന്നുകൂടെ കുടിച്ചാലോ? ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട്. ആദ്യം മറ്റുള്ളവർക്ക് കൊടുക്കാം, മിച്ചമുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാം. ഓക്കെ, മോരും വെള്ളം കുടിച്ചപ്പോൾ എന്ത് സുഖം, വയറ്റിന് തൊണ്ടാക്കി നല്ല റിഫ്രഷ്മെൻ്റ് ഉണ്ട്. ഇപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. AK റെസ്റ്റോറൻ്റ് നേരെ കാണുന്നത്. അല്ല പെൻഡാ ഹാട്ട്. ഇതെവിടെ? പള്ളിച്ചല്ലേ? ഓക്കെ, റീച്ച് പെൻഡാ ഹാട്ട് റെസ്റ്റോറൻറ്റ്. റെഡിയായത് അങ്ങോട്ട് ഓർഡർ ആദ്യം. ഇല്ല, റെഡി ആയില്ല, പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വെയിറ്റ് ചെയ്യാം. ബാ. അയ്യോ ഇപ്പോൾ അടിച്ചാൽ ജസ്റ്റ് മിസ്. ബാക്ക് റെഡിയായി. ഓക്കെ, ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ് ഓർഡർ പിക്ക്ഡ്. കുഴപ്പമില്ല, ലേറ്റായില്ല, സന്തോഷമായി. ഇങ്ങനെ വേണം ഓർഡർ അടിക്കേണ്ടത് അല്ലേ? ഹായ് ബ്രോ, എന്നാ കുടിച്ചോളൂ. കുടിച്ചോളൂ. ശരി, ഓക്കെ ബ്രോ. സംഭാരം പിടിച്ചോ, വെയിൽ സമയമല്ലേ? ഹായ് ബ്രോ, സംഭാരം വെയിൽ സമയമല്ലേ? അതൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാപ്പനംകോട്. ഇവിടുന്ന് കറക്റ്റ് 5.7 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഓർഡർ ഐറ്റം ഷെസ്വാൻ നൂഡിൽസ്. അത് കണ്ടോ, നേരെ കാണുന്നതാണ് മൂക്കുത്തി മല. നല്ല ലുക്കുണ്ടല്ലേ കാണാം അവിടെ നിന്ന്. എനിക്ക് ആ മലയുടെ മുകളിൽ കയറുന്നത് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ നടക്കൂല. അവിടെ മിലിറ്ററി ഏരിയ ആണെന്ന് തോന്നുന്നു. ഈ പരസ്യം എല്ലായിടത്തും ഉണ്ടാ, ആരും മീമ്പി പോകും. എല്ലാ മുക്കിനും മൂലിൽ വെച്ചിട്ടുണ്ടല്ലോ. മന്മദറാസ അണ്ണ കയറി പോട്ടെ. നിങ്ങൾ പോണം, ഞാൻ പോടാം. ഞാൻ കയറി പോവാം. എന്നാ കണക്ക് പന്നേണ്ടാ. ഇതൊക്കെ ഒരു കാലത്ത് ട്രെൻഡിങ് പാട്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ട്രോളായിട്ട് തോന്നുന്നു അല്ലേ?
അപ്പോൾ അപ്പോഴൊക്കെ ഈ പാട്ടിട്ട് ഞാൻ ഡാൻസ് കളിക്കാത്ത പിള്ളേരില്ല. ഇതുവഴി പോകാം, ഇങ്ങനെ പോകണോ അങ്ങനെ പോകണോ, എങ്ങനെ പോകണമെന്ന് പിടിയില്ലേ പ്രതീക്ഷേ? ഇങ്ങനെ ആയിരിക്കും അല്ലേ, അങ്ങനെ വരാൻ വഴിയില്ല. അപ്പോൾ എന്നാലും പോയി നോക്കാം, ഇതുവഴി പോവാം. ചാനലിലെ 2 സൈഡും 2 വഴിയുണ്ട്. ഈ 2 വഴിയിലും കൂടെ നമുക്ക് പോകണമെങ്കിൽ പോകാം, വിഷയമൊന്നുമില്ല. പക്ഷേ വിഷയം അതല്ല, നേരെ പോയിട്ട് എൻ്റെ ആവാൻ പാടില്ല, അതാണ് വിഷയം അല്ലേ. വിഷയമുണ്ട് സുധീഷേ, കറക്റ്റ് ആ വഴി തന്നെ പോണത്. 2 ഒരുപോലെ തന്നെ ഇരിക്കണത്, വലിയ വ്യത്യാസമില്ലല്ലേ. ഇടയ്ക്കൊരു പാലുണ്ടെങ്കിൽ കൊള്ളായിരുന്നു, പെട്ടെന്ന് ചാടി അപ്പുറത്തെ കയറല്ലോ. ആ വഴിയാണെന്നാണ് കറക്റ്റ്. ഇത് ചെറിയ വഴി അയക്കുന്നു. ആ കുഴപ്പമില്ല, വഴിയുണ്ട്, വിഷയമില്ല. കമൺ കൊയ്ക്ക്. വെയിലോട് വിളയാടി വെയിലോട് ഉറവാടി. റീച്ച് ലൊക്കേഷൻ അവിടെയാണോ? ഓക്കെ സന്തോഷല്ലേ? ഓക്കെ ശരി. ഓക്കെ, ഓർഡർ ഡെലിവറി പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 71 രൂപ 27 പൈസയാണ്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ, ഇതുവഴി പോകാൻ സുധീഷേ. മണി ഇപ്പോൾ കറക്റ്റ് 2:15 മണിയായി. ഇടയ്ക്കൊന്ന് ആപ്പ് ഇത്തിരി പ്രശ്നമായി, സൊമാറ്റോ ആപ്പ് പെട്ടെന്ന് ഓൺലൈൻ ആവണില്ല. ഞാൻ കുറേ നോക്കിയിട്ട് ഓൺലൈൻ ആവാതെ ഓഫ്ലൈൻ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ ശരിയായി. സത്യം പറഞ്ഞാൽ ബ്രേക്ക് ടൈം കുറച്ച് ബാക്കി ഉള്ളതുകൊണ്ട് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഗെഗ് ഇൻകംപ്ലീറ്റ് ആയി ഇൻസെൻറ്റീവ് പോകാൻ. അയ്യോ ഇവിടെ പട്ടി നിൽക്കാം, അത് വഴി പോയാൽ മതിയായിരുന്നു. ക്യാച്ച് എന്നൊന്നും ചെയ്യല്ലേ, പെൺപട്ടിയല്ലേ? ഓക്കെ, നിങ്ങൾ പാവം, സമ്മതിച്ചു. നല്ല ഏരിയ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഇഷ്ടംപോലെ മരങ്ങൾ, ചെടികൾ, ഇതൊക്കെ വേണം ഒരു ഏരിയക്കകത്ത്, എങ്കിലും നല്ലൊരു തണുത്ത ഫീൽ കിട്ടുള്ളൂ എത്ര വെയിലുണ്ടെങ്കിലും. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് കുമാർ കഫേ. ചെറിയ ഓർഡറാണ്. കുമാർ കഫേ ആണ് സുധീഷേ, ഡിലേ ആവും എന്തായാലും. ഭയങ്കര വെള്ളം എന്താ, കുറച്ച് വെള്ളം കുടിച്ചോട്ടാ. അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് മൾട്ടി ഓർഡർ മന്തി മനസ്സിൽ തക്കാട്. അപ്പോൾ ആദ്യം കുമാർ കഫേയിൽ പോകണം, പിന്നെ അടുത്തത് മന്തി മനസ്സിൽ. പക്ഷേ ഒരു വിഷയമുണ്ട്, കുമാർ കഫേയിൽ ഡിലേ ആയി കഴിഞ്ഞാൽ മന്തി മനസ്സിലെ ഓർഡർ ക്യാൻസൽ ആയി പോകും. ഓക്കെ, റീച്ച് കുമാർ കഫേ. അയ്യോ, ഓർഡർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ആണ് സുധീഷ, എന്ത് ചെയ്യുമ്പം? ശരി, കുഴപ്പമില്ല, നമുക്കതിൽ ഈ ഓർഡർ ഡിലേ ആണെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് മറ്റേ ഓർഡർ എടുക്കാം. വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ. ഒരു 3.5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അതുവരെ ഓർഡർ റെഡി ആയിരുന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്തിട്ട് പോവാം. ഓക്കെ, അക്കു വെയിറ്റ് ഒന്ന് വെയിറ്റ്, മോര് വെള്ളം തരാം. എത്ര പേർ കൊടുക്കണം? നമ്മളെ പൈൻ കൊടുത്താൽ ശരിയല്ലോ. എന്നാ കുടിക്കണേ? ആ, ഇതാണ് ഫോണ്. നീ എവിടെ വെക്കണം? അവിടെ വെക്കൂല്ലേ? ഞാൻ പണ്ടൊക്കെ എങ്ങനെ തരാം, ഹെഡ്ഫോണിൽ മാപ്പ് കണക്ട് ചെയ്യും. സൂക്ഷിച്ച് വർക്ക്. ഫോണാണ് ഏറ്റവും വലിയ സ്വത്ത്, അതില്ലെങ്കിൽ ജോലിയില്ല. വണ്ടി ഫോൺ അല്ലേ മെയിനായിട്ട് വേണം. ഓക്കേടാ, ശരി, ഓക്കെ. എന്തോ ഓർഡർ റെഡി ആവണില്ല, കയ്യിൽ നിന്ന് ഓർഡർ ക്യാൻസലായി. ഏത് ഓർഡർ പറ്റാ, മന്തി മനസ്സില്ല. ഇതാണെങ്കിൽ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്യാൻസൽ ചെയ്തിട്ട് അതെടുക്കാൻ നോക്കിയപ്പോൾ അത് ക്യാൻസലായിപ്പോയി. ഇതിപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ? നമ്മളിപ്പോൾ എന്ത് ചെയ്യും മള്ളയ്യ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ ട്രാൻസ്ഫർ ചെയ്താലോ. ബാ, ട്രാൻസ്ഫർ ഓർഡർ. വെറുതെ സമയം കുറേ പോയി. ശരി, ബാ, നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വേറെ എങ്ങോട്ടെങ്കിലും ഇപ്പോൾ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കുമാർ കഫേയിൽ. ഇതും റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒരു ഓർഡർ കുമാർ കഫേയിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പിന്നെ അടുത്ത ഓർഡർ ഉടനെ അടിക്കണം. അയ്യോ, വെയിറ്റ് ചെയ്ത് ഒരു പരുവായി. വീട്ടിൽ പോവാന്നാ എന്ത് ചെയ്യാൻ? ഇവിടെ നിന്ന് മാറി നിൽക്കണേ സുധീഷ, ഇവിടെ നിൽക്കാൻ പാടില്ല. ശരി, കുഴപ്പമില്ല, റെസ്റ്റോറൻറ്റ് കുറവല്ലേ. പിന്നെ ഗ്യാസിൻ്റെ ക്ഷാമം കാരണം കുറേ ഇടത്തൊന്നും റെസ്റ്റോറൻറ്റ് ഇല്ല. അപ്പോൾ ഉള്ള റെസ്റ്റോറൻറ്റിൽ ഉള്ള ഓർഡർ എടുത്തങ്ങ് ജീവിക്കാൻ നോക്ക്, വേറെ നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കാം. ബാ, അപ്പോൾ ഓക്കെ, പോന്നാ. അങ്ങനെ ഈ ഓർഡറിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് വയ്യ സത്യം പറഞ്ഞു, 2 ഓർഡറായി, മൊത്തം 3 ഓർഡർ. ഈ കുമാർ കഫേ കാരണം എനിക്ക് മിക്കവാറും ഇന്നത്തെ ജോലി സമ്പാദിയെല്ലാം പോകും. ഇവിടെ നിന്ന് മാറി നിൽക്കാം. ബാ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ഓഫ്ലൈൻ ആക്കിയിട്ട് അടുത്ത ഓർഡർ അടിക്കണം. ഇത് കുമാർ കഫേനെ എന്തോന്നേ കാണിക്കണം നിങ്ങൾക്ക്. ഇത് റെഡി ആയിട്ടില്ല. അങ്ങനെ 3ാമത്തെ ഓർഡറാണ് കുമാർ കഫേയിൽ അടിക്കണത്. ഓരോ ഓർഡറായിട്ട് വെയിറ്റ് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ മൊത്തം 3 ഓർഡർ. ഇതോടെ എനിക്ക് വയ്യ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത്. ഓക്കെ, ലാസ്റ്റ് ഓർഡർ പോട്ടാ. ഓക്കെ, ബൈ. കൈ വിടും. ബ്രോയുടെ പേരെന്താണ്? സൂര്യ. ആ, നിങ്ങൾ നടുപ്പിൻ നായകൻ അല്ലേ? ബ്രോ സൂര്യ ഫാനാണോ? ആ, ശരി ബ്രോ. ആ, ഓക്കെ സാർ, താങ്ക് യു. ശരി ബ്രോ. 6006 വെജ് കേരള മീൽ നമ്മളതിന്. ഓക്കെ, റെഡിയായി. ഇപ്പം പൊട്ടി വീഴും, ഇപ്പം പൊട്ടും. അടി പിടിച്ച പേപ്പറാണ്. പൈസ നല്ല വെയിലുണ്ടല്ലേ, സോറി കേട്ടാ, ഇത്ര ലേറ്റായി പോയി. ഇപ്പം കണ്ട സൂര്യ എന്ന ഒരു പയ്യൻ നമ്മളെ സബ്സ്ക്രൈബറാണ്. പുള്ളി സൂര്യ ഫാൻസുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാപ്പനംകോട്. ഇവിടെ നിന്ന് കറക്റ്റ് 4.3 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 3 മണിയായി. ഇത് ലാസ്റ്റ് ഓർഡറാണ്. ഈ ഓർഡർ കൊടുത്തിട്ട് നേരെ നമുക്ക് വീട്ടിൽ പോകാം. അത്ര തന്നെ ഇന്നത്തെ ജോലി കഴിഞ്ഞ്. ഇതിനപ്പുറം ജോലി ചെയ്യാൻ വയ്യ. ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലത്തെ ഓർഡർ കാരണം വെറുപ്പീരായിരിക്കണം. അതുകൊണ്ട് ഓഫ്ലൈൻ ആക്കാം. ഭയങ്കര വെള്ളം ദാഹം, ലൈറ്റായിട്ട് വിശപ്പ്, ചെറിയ ടൈറ്റ്നസ് ഫീൽ ആവണം ഇപ്പോഴത്തേക്ക്. വെള്ളം കുടിച്ചിട്ട് വയറുന്നതാണ്, അല്ലാതെ ദാഹം തീരുന്നില്ല.
ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഫുൾ ടൈം മൊബൈൽ ഹോൾഡറിൽ ഇത് വെക്കാൻ പാടില്ല. അത് മെയിനായിട്ട് വെയിൽ സമയത്ത്. കുറച്ച് മുമ്പ് കണ്ട അക്കു എന്നൊരു കൂട്ടുകാരൻ്റെ മൊബൈൽ അടിച്ച് പോയിട്ടാ. അപ്പോൾ ഇവിടെ തന്നെ വീട്, അപ്പുറത്തെ വീട്. ഇതെന്തോന്ന് കല്യാണ മണ്ഡപം, പഞ്ചാബി ഹൗസ് പോലെയാണ്. ഇവിടെ എന്തോ ഇവിടെ എന്തോ ഒരു കോവിൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. പതുക്കെ 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 വന്നാൽ മതി. ഇവിടെ അല്ലേ? ഓക്കെ, അടി പിടിച്ചോണേ, പേപ്പർ പെട്ടെന്ന് പൊട്ടിപ്പോവും. പേപ്പർ കവറാണ്. ഓക്കെ, പോന്നാ. ഓർഡർ ഡെലിവേർഡ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. നാരങ്ങ 2 വേണം. 20. ഓക്കെ ഓക്കെ, 2 നാരങ്ങ വാങ്ങിച്ചിരിക്കട്ടെ. ഭയങ്കര വെള്ളം ദാഹമല്ലേ, നമുക്ക് വീട്ടിൽ പോയിട്ട് സർബത്ത് കുടിക്കാം. വാണിയിലമ്മ സർബത്ത് കൊണ്ടുവന്ന് കടയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ നാരങ്ങ എന്തായാലും ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് നാരങ്ങ വാങ്ങിച്ച് വീട്ടിൽ പോയി സർബത്ത് വെള്ളം കുടിക്കാം. സമ്പത്ത് കാലത്ത് തൈബത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് സർബത്ത് കുടിക്കാം. ഇതാണ് പഴഞ്ചൊല്ല്. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. ഹായ് ബ്രോ. മറ്റേ അന്ന് ഇതിൻ്റെ സീറ്റ് സുഖമാണോ? ഇവിടെ ഓടണോ സൊമാറ്റോയും കൂടെ? വാ. ഓക്കെ, ഞാൻ കഴിഞ്ഞു, ജോലി കഴിഞ്ഞു. മോരും വെള്ളം കുടിക്കണം, വലിയ സമയമല്ലേ. ഓക്കെ, പോടാ. എനിക്കും ഭയങ്കര വെള്ളം ദാഹം. ബാക്കി ഇനി എത്ര മോരുണ്ട് സൂചിച്ചാൽ 2 കാണോ? ഇനി ബാക്കി ഒരു 2-3 മോര് കാണുമായിരിക്കും. അതും കൂടെ കൊടുത്ത് നേരെ വീട്ടിൽ പോകാം. പോകുന്ന വഴിക്ക് ആരെങ്കിലും കാണാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് സ്വിഗ്ഗി ആൾ പോണു. പിടി മോര്. ഓക്കെ, വെയിൽ സമയമല്ലേ, നല്ല വെയിലൊക്കെ അല്ലേ, വെള്ളം കുടിച്ച് വർക്ക് ചെയ്യണം. ഓട്ടാ. ഓക്കെ, എന്നാൽ പുള്ളിക്കാരൻ ആദ്യം ഒന്ന് ഷോക്കായിട്ടാ, പിന്നെ മനസ്സിലായി ഓ ഇതാണെന്നുള്ള സന്തോഷം കണ്ട മുഖത്ത്. ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം. ഓക്കെ, നാമ വീട്ടിലേക്ക് വന്നാച്ചു. അങ്ങനെ ഇന്നത്തെ ഉച്ചക്കുള്ള ജോലി കഴിഞ്ഞു. അപ്പോൾ എന്താ ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറ്, തിറച്ചി, തീയൽ, ക്യാരറ്റ് തോരൻ. കഴിച്ചാലോ? കാമോൺ. വന്ന ഉടനെ സർബത്ത് കുടിച്ച് അത് കാണിക്കാൻ വിട്ടുപോയി, സോറി. അപ്പോൾ ഇന്ന് സംഭാരം കൊടുത്തതിൽ 1 ബാക്കിയുണ്ട്, അത് വാണിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. വാണിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭാരമൊക്കെ, അപ്പോൾ അത് അവൾ കുടിക്കട്ട്. കഴിക്കാം, നല്ല വിശപ്പുണ്ട്. വാ. ഓക്കെ, അപ്പം അത്ര തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന്. സത്യം പറയാമല്ലോ, നല്ല വെയിൽ കേട്ടാ. വർക്ക് ചെയ്യാൻ നല്ല പാടുണ്ട്. വേലത്ത് വർക്ക് ചെയ്യണത് കുഴപ്പമില്ല. ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഒരുപാട് ഡിലേ ആണ്, വെറുപ്പീരായി. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണത് ഭയങ്കര നഷ്ടമാണ്. മാക്സിമം ഒരു 15 മിനിറ്റ് വെയിറ്റ് എത്രയാണ്. ഓരോ റെസ്റ്റോറൻറ്റ് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ടോട്ടൽ ഏണിങ്സ് നോക്കുമ്പോൾ ഭയങ്കര നഷ്ടമായിരിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യണമാരെ. ഓക്കെ, അപ്പോൾ അത്ര തന്നെ. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. ബാ എനർജി കുറവല്ലേ, കുറഞ്ഞു പോയി, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട്, ഉറക്കമല്ല ഒന്ന് മയങ്ങിയിട്ട് വൈകിട്ട് ജോലിക്ക് സൂപ്പറായിട്ട് പോകാം. ഓക്കെ, ബൈ.